വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ്. സോ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ക്രെബ്സ് സൈക്കിളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത എയ്റോബിക് റെസ്പിറേഷനിലുള്ള സ്റ്റേജ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. സോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. +1 അല്ലെങ്കിൽ ഡിഗ്രി MSc റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബോട്ടണി ടോപ്പിക്സും ഈ ഒരു ക്ലാസ്സിൽ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവസാനം വരെയുള്ള ഓരോ ടേംസും ഇമ്പോർട്ടൻസ് ആണ്, അതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ ആ ഒരു ഫുള്ളസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. നമുക്കറിയാം മൈറ്റോകോൺഡ്രിയക്ക് രണ്ട് മെംബ്രെയിൻ ഉണ്ട്, ഔട്ടറും ഇന്നറും. അതിൽ ഇന്നർ മെംബ്രെയിനിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ? ക്രെബ്സ് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ ക്രെബ്സ് സൈക്കിളിൽ നമുക്ക് NADHും FADH2 ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു NADH എന്ന് വെച്ചാൽ 3 ATP മോളിക്യൂൾസിന് ഈക്വൽ ആണ്. പക്ഷെ ആ ഒരു NADHനെയും FADH2നെയും ATP എന്നുള്ള അൾട്ടിമേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കണം, ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട് നടക്കണം, NADHന്റെയും FADH2ന്റെയും ഓക്സിഡേഷൻ നടക്കണം. ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കുന്നത്. അതായത് ഒരു സീരീസ് ഓഫ് പ്രോട്ടീൻ കോംപ്ലക്സ്, 5 കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഒരു സീരീസ് ഉണ്ടായിരിക്കും, കുറേ മോളിക്യൂൾസും ഉണ്ടായിരിക്കും. ആ ഒരു സീരീസിലൂടെ ഇലക്ട്രോണ് ട്രാൻസ്ഫർ ചെയ്യാണ്, ഇലക്ട്രോൺ ഡോണറിൽ നിന്ന് ആക്സെപ്റ്ററിലേക്ക്. അതായത് NADHും FADH2 ആണ് ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവയുടെ ഡീഹൈഡ്രോജനേഷൻ നടക്കുമ്പോൾ ഉള്ള ഇലക്ട്രോൺസ് ഓരോ കോംപ്ലക്സ് വഴി പാസ് ചെയ്ത് അൾട്ടിമേറ്റ് ആയിട്ട് രണ്ടിൽ നിന്നും ATP മാത്രമുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കും. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സിലോട്ട് സോ ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇതാണ് ഇലക്ട്രോണിന്റെ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് മെട്രിക്സ്. ഓക്കെ, താഴെയുള്ളതാണ് മെട്രിക്സ്, മുകളിലുള്ളത് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. രണ്ട് ലെയറിനും ഇടയിലുള്ളത് താഴെയുള്ളത് മെട്രിക്സ് ആണ്. ഓക്കെ, താഴെയുള്ളത് മെട്രിക്സ്. ഈ ഒരു കോംപ്ലക്സ് ഒക്കെ കാണുന്നത് ഇന്റർ മെംബ്രെയിനിലും ഇന്നർ മെംബ്രെയിനിലും, മുകളിലുള്ളത് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. ഇന്റർ മെംബ്രെയിൻ സ്പേസ് IS തൽക്കാലം IS എന്ന് കൊടുക്കാം. ഈ ഒരു 5 കോംപ്ലക്സ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ സീരീസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കോംപ്ലക്സിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആക്ച്വലി ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണല്ലോ നടക്കുന്നത്. കോംപ്ലക്സ് 1നെ നമ്മൾ NADH ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ് എന്നാ പറയാം. അതായത് അവിടെ NADHന്റെ ഡീഹൈഡ്രോജനേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ, ഏത് പേര് വേണമെങ്കിലും പറയാം. അപ്പം എന്താ രണ്ടിനും സെയിം മീനിങ് എന്ന് വെച്ചാൽ H+നെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില എൻസൈമിന്റെ പ്രസൻസിൽ NADH എന്തായിട്ട് മാറും? NAD+ഉം H+ഉമായിട്ട് ഡീഹൈഡ്രോജനേറ്റ് ചെയ്യും കോംപ്ലക്സ് 1ൽ. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് FMN എന്ന് പറയുന്നത്. FMN എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് ഈ ഒരു കോംപ്ലക്സ് 1ൽ. ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഇതിന്റെ പ്രസൻസിൽ NADH ഡീഹൈഡ്രോജനേഷൻ നടന്നിട്ട് H+ ഉണ്ടാവും. ഈ ഒരു H+ പ്രോട്ടോൺസ് എന്ത് ചെയ്യും? നേരെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പോകും. ഓക്കെ, ആക്ച്വലി 3 പ്രോട്ടോൺസ് ഗ്രേഡിയന്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് H+ പോകുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഈ ഒരു H+ പോകുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഡീഹൈഡ്രോജനേഷൻ നടക്കുമ്പോൾ എന്തായാലും ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ആ ഇലക്ട്രോൺസ് നമുക്ക് ഇവിടുന്ന് കോംപ്ലക്സ് 1ന്ന് അടുത്ത കോംപ്ലക്സിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അത് പോകുന്നത് കോംപ്ലക്സ് 2ലേക്കല്ല, അതിനു മുന്നേ ഇന്റർമീഡിയറ്റ് ആയിട്ട് ചില മോളിക്യൂൾസ് ഉണ്ടാവും. അയേൺ സൾഫേറ്റ് FeS എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവും. അവിടെ നിന്ന് യൂബിക്വിനോളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ യൂബിക്വിനോളിലേക്ക് ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് തന്നെ FADH2 എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സ് 2 പറയുന്ന പേരാണ്. ഓക്കെ, നമ്മളിപ്പോൾ കോംപ്ലക്സ് 2ലാണ് ഉള്ളത്. ഇലക്ട്രോൺ യൂബിക്വിനോണിൽ എത്തി. കോംപ്ലക്സ് 1ൽ നിന്ന് യൂബിക്വിനോണിലേക്ക് ഇലക്ട്രോൺ എത്തി. അതേസമയം കോംപ്ലക്സ് 2 സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. അതായത് സക്സിനിക് ആസിഡിന്റെ ഡീഹൈഡ്രോജനേഷൻ നടക്കുമ്പം അവിടെ FADH2 FAD ആയിട്ട് മാറും.
FADH2 FAD ആയിട്ട് മാറി. ഓക്കെ, അന്നേരവും അവിടെ ഇലക്ട്രോൺ ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രോൺ FADH2 FAD ആയിട്ട് മാറുമ്പം ഇലക്ട്രോൺ ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? യുബിക്വിനോണിലേക്ക് പോവാണ്. അപ്പൊ കോംപ്ലക്സ് 1ൽ നിന്നുള്ള ഇലക്ട്രോണും യുബിക്വിനോണിലെത്തി, കോംപ്ലക്സ് 2ൽ നിന്നുള്ള ഇലക്ട്രോണും യുബിക്വിനോണിലെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 3ലോട്ട് ട്രാൻസ്ഫർ ചെയ്യലാണ്. അതേപോലെ തന്നെ യുബിക്വിനോണിൽ നിന്ന് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് FeS എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് മോളിക്യൂൾ ഇവിടെ ഉണ്ടാകും. ഇലക്ട്രോൺസ് ഈ ഒരു FeS വഴി കോംപ്ലക്സ് 3ലെത്തി. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോൺസ് ഒക്കെ ഉള്ളത് കോംപ്ലക്സ് 3ലാണ്. ഇപ്പൊ ഈ ഒരു കോംപ്ലക്സ് 3 എന്ന് പറയുന്നത് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ്. സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. ഇപ്പൊ ഈ ഒരു FADH2 FAD ആയിട്ട് മാറുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന H+ എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് 3ലൂടെയാണ് ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പോകുന്നത്. അതുകൂടാതെ അവിടെ സൈറ്റോക്രോം B6 എന്ന് പറയുന്നത് എക്സ്ട്രാ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നുണ്ട്. അവയൊക്കെ ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ കോംപ്ലക്സ് 3 എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്താൽ ഈ ഒരു ഇലക്ട്രോൺ ഇല്ലേ, നമ്മൾ യുബിക്വിനോണിൽ നിന്ന് വരുന്ന ആ ഒരു ഇലക്ട്രോൺ ആദ്യം പോകുന്നത് കോംപ്ലക്സ് 3ലുള്ള സൈറ്റോക്രോം ബിയിലാണ്. സൈറ്റോക്രോം ബി ഉണ്ട്, സൈറ്റോക്രോം C1 ഉണ്ട് കേട്ടോ. അപ്പൊ സൈറ്റോക്രോം ബിയിൽ നിന്ന് സൈറ്റോക്രോം ബിയിൽ നിന്ന് അത് എവിടേക്ക് പോകും? ഇതിൻ്റെ ഉള്ളിലുള്ള FeS പ്രോട്ടീനും അറ്റ് ലാസ്റ്റ് സൈറ്റോക്രോം C1ലേക്കും പോകും. സൈറ്റോക്രോം C1 അല്ലെങ്കിൽ സൈറ്റോക്രോം C എന്ന് പറയുന്ന ഒരു മൊബൈൽ കാരിയർ ആണ്. മൊബൈലാണ്, മൂവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ ഇലക്ട്രോൺസിനെ ഈ ഒരു സൈറ്റോക്രോം C എന്ന് പറയുന്ന മോളിക്യൂള് ക്യാരി ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്ത് സൈറ്റോക്രോം ഓക്സിഡേസ് കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലക്സ് 4ലേക്ക് പോകും. ഓക്കെ, സൈറ്റോക്രോം സിയുടെ സഹായത്തോടെയാണ് ഇലക്ട്രോൺസ് കോംപ്ലക്സ് 4ലേക്ക് എത്തുന്നത്. അപ്പോൾ കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ സൈറ്റോക്രോം എയും ഉണ്ടാകും, സൈറ്റോക്രോം A3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ കോംപ്ലക്സ് 4ൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത്? ഇവിടെയും ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സൈറ്റോക്രോം ിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് 5ലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് 5ലേക്ക് പോകുമ്പം അവിടെ വാട്ടറും ഓക്സിജനും കൂടി ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് വാട്ടർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ വാട്ടർ ഉണ്ടാകുന്ന പ്രോസസ്സിൽ കുറേ H+ ഉണ്ടാകുന്നുണ്ട്. ആ H+ കൂടി എന്ത് ചെയ്യാണ്? മുകളിലോട്ടേക്ക് പോവാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇലക്ട്രോൺസിലെ ഇവിടെ എത്തിയ ഇലക്ട്രോൺസിനെ അവസാനമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. സൈറ്റോക്രോമിൽ നിന്ന് ഇവിടെ ഇലക്ട്രോൺ എത്തിയല്ലേ, ഇലക്ട്രോൺ ഇവിടെ എത്തിയപ്പം ആ ഇലക്ട്രോണിനെ ടെർമിനലി ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഓക്സിജൻ. സോ ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലുള്ള ടെർമിനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓക്സിജൻ എന്തായിട്ട് മാറി? വാട്ടർ ആയിട്ട് മാറി. ഓക്കെ, വാട്ടർ ആയിട്ട് മാറി. H+ ഗ്രേഡിയന്റും ഇവിടെ ഉണ്ടായി. അപ്പം ATP സിന്തേസ് എന്ത് ചെയ്യും? ഈ ഒരു H+ ഗ്രേഡിയന്റ് എന്ന് പറയും. ഇപ്പം എന്താ? ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺ H+ എന്ന് വെച്ചാൽ പ്രോട്ടോൺ ആണല്ലോ, പ്രോട്ടോണിന്റെ ഗ്രേഡിയന്റ് കൂടുതലാണ്, മെട്രിക്സിൽ കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് അവിടെ ഉണ്ടാവുകയും ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉള്ളത് കൊണ്ട് ഹൈ കോൺസെൻട്രേഷനിലുള്ള ഇന്റർമെംബ്രെയിൻ സ്പേസിൽ നിന്ന് പ്രോട്ടോൺസ് സ്പീഡിൽ താഴോട്ടേക്ക് മെട്രിക്സിലേക്ക് ഡൗൺവാർഡ് ആയിട്ട് ഫ്ലോ ചെയ്യും. ആ ഒരു ഫ്ലോ ചെയ്യുമ്പം എനർജി യൂസ് ചെയ്യുന്നു. ആ എനർജി യൂസ് ചെയ്തിട്ടാണ് കോംപ്ലക്സ് 5 ആയിട്ടുള്ള ATP സിന്തേസ് ATPനെ ഉണ്ടാക്കുന്നത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ATPയുടെ സ്ട്രക്ചറും ATP ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ്, പ്രോട്ടോൺ ഗ്രേഡിയന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അവസാനം ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു എന്നും അടുത്ത ക്ലാസ്സിലായിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കുന്ന ഓരോ പ്രവർത്തനവും, ഇലക്ട്രോണിൻ്റെ ഫ്ലോയും ആ ഒരു സീരീസും എന്ന് പറയുന്നത്. സോ താങ്ക് യു.